മാഡം. താങ്ക് യു മാഡം. നിങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുത്തോ. വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ. ഇല്ല ആന്റി, ഞങ്ങള് ഇവിടേക്ക് ഒന്ന് കറങ്ങി കണ്ടിട്ട് വരാൻ തീരുമാനിച്ചിരിക്കുക. ഓ, മഞ്ജു കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. അവളുടെ കണ്ടീഷൻ അതല്ലേ. ഏയ് അതൊന്നും സാരമില്ല. ഇന്ദ്ര ചേച്ചി പുറത്തിറങ്ങുന്നുണ്ടോ? അതെ, ഞങ്ങൾക്ക് പിന്നെ ആ പരിപാടിയൊന്നുമില്ല. ഓഫീസ് വീട് അങ്ങനെ ഒരു ലൈഫാ. പക്ഷേ ഞങ്ങള് ഹാപ്പിയാ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പെട്ടുപോയി എന്നാ പറയാ. വിജയ് പണ്ട് ഇങ്ങനെ ഒരു ടൈപ്പാ. അധികം പുറത്തിറങ്ങില്ല, ഫ്രണ്ട്സും ഇല്ല, വീട്ടിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുക. അതെ വിജയ്, നമുക്ക് റൂമിലേക്ക് പോകാം. അതാ നല്ലത്. എൻജോയ്. ശരി മഞ്ജു, സുമംഗലി പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നാളെ രാവിലെ ക്ഷേത്രനടയിൽ ചെന്നതിന് ശേഷം മതി കേട്ടോ. ഞാൻ കരുതിയത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി വെക്കണമെന്നാ. ഞാൻ അമ്മയെ വിളിച്ചോളാം ഗിരി, കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. ശരി ശരി. നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ? അവർക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പറയാതെ എന്ത് ചെയ്യും? നമ്മൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോ മുതല് ഞാൻ ആ മനുഷ്യനെ ശ്രദ്ധിക്കുന്നത്. ആ ഇന്ദ്രചേച്ചി എന്തെങ്കിലും പറഞ്ഞാ അതേ അതേന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങേർക്കൊരു അഭിപ്രായവും ഇല്ല. ഗിരിയേട്ട ശ്രദ്ധിച്ചില്ലേ? അതെ, കുടുംബ ജീവിതങ്ങൾ പലതരത്തിലുണ്ട്. അത് ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. അയാൾ അയാളുടെ ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കും. അയാൾക്ക് അത് നോക്കിയാ പോരെ. എനിക്ക് കണ്ടുകൂടാ ആണുങ്ങൾ ഇങ്ങനെ അടിമകളെ പോലെ നടക്കുന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ദേ നോക്ക്, തൽക്കാലം അവര് നമ്മളോട് നല്ല പോലെ പെരുമാറുന്നേ. പക്ഷേ അവർക്ക് വേറൊരു മുഖമുണ്ട്. അതാ നന്ദിനിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട്. നമ്മൾ ഇവിടെ നിൽക്കുന്ന ദിവസം അവരോട് ചിരിച്ച് മര്യാദയ്ക്ക് സംസാരിച്ച് അങ്ങ് തിരിച്ചു പോണം. അല്ലാതെ നീ ആയിട്ട് ഇനി ആരെയും നന്നാക്കാൻ നിൽക്കണ്ട. മതി മതി, നമുക്ക് മുറിയിലേക്ക് പോകാം. എനിക്ക് ഈ സ്ഥലത്ത് മുമ്പ് 1-2 പരിചയക്കാരുണ്ടായിരുന്നു. പറ്റിയാലേ അവരെ ഒന്ന് തപ്പിപ്പിടിക്കണം. അത് വേണ്ട കിരീട്ട. പണ്ടത്തെ പരിചയക്കാരെന്ന് പറഞ്ഞാ അത് ഏത് ടൈപ്പാണെന്ന് എനിക്കറിയാം. അത് വേണ്ട. വന്നേ വാ.